This call is Hello, good morning. Good morning, Miss. വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഉണ്ട് മിസ്സേ. നമ്മൾ ഇന്ന് സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. 2024 ഏപ്രിലിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പം 2024 ഏപ്രിലിൽ നടന്ന സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: ഒരു ടീച്ചർ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണിതിന് സഹായകമാകുന്നത്? ഓപ്ഷൻ എ, കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക. ഓപ്ഷൻ ബി, കുട്ടികൾക്ക് ഇംപൊസിഷൻ നൽകുക. ഓപ്ഷൻ സി, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ഡി, കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പൊ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കുവാൻ ഇതിൽ ഏതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്? ഓപ്ഷൻ സി, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ സി ആണല്ലേ, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ സി, കുട്ടികളിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവ ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതയാണ്. ഇവയിൽ ആരെയാണ് നിങ്ങൾ ഡിസഡ്വാൻറ്റേജ്ഡ് ലേണർ അല്ലെങ്കിൽ ദുർബല പഠിതാക്കൾ ആയിട്ട് കണക്കാക്കുന്നത്? ഡിസഡ്വാൻറ്റേജ്ഡ് ലേണർ ആണ്. ഓപ്ഷൻ എ, വിദ്യാഭ്യാസപരമായി
മുൻപന്തിയിലുള്ളവർ. ഓപ്ഷൻ ബി പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. ഓപ്ഷൻ സി വൈവിധ്യമാർന്ന പഠന ശൈലിയുള്ളവർ. ഓപ്ഷൻ ഡി ഉന്നത കുടുംബത്തിലുള്ളവർ. ഓപ്ഷൻ ബി പഠനത്തെ തടസ്സപ്പെടുത്തുന്ന സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. അതെ, ഓപ്ഷൻ ബി ആണ് അല്ലെ. നമ്മൾ ഡിസഡ്വാൻറ്റേജ്ഡ് ലേണേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസപരമായി മുൻപന്തിയിൽ നിൽക്കുന്നവര് അല്ല അല്ലെ. വൈവിധ്യമാർന്ന പഠനശൈലിയുള്ളവരും അല്ല, ഉന്നത കുടുംബത്തിലുള്ളവരല്ല. ഓപ്ഷൻ ബി ആണ് പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. അതായത് സോഷ്യോ എക്കണോമിക് ചാലഞ്ചസ് നേരിടുന്നവരെയാണ് നമ്മൾ ആര് പറയാ, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് എക്സെപ്ഷണൽ അസാധാരണരായ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് പെടാത്തതാണ് നമ്മളോട് ചോദിച്ചത്. പ്രതിഭാധനരായ കുട്ടികൾ, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, മന്ദപഠിതാക്കൾ, സ്ലോ ലേണേഴ്സ്, പൊണ്ണത്തടിയുള്ളവർ, ചിൽഡ്രൻ വിത്ത് ഒബീസിറ്റി. അടുത്തത് ഓപ്ഷൻ ഡി മാനസിക വിമന്തരായ കുട്ടികൾ, മെന്റലി ചാലഞ്ച്ഡ് ചിൽഡ്രൻ. എക്സെപ്ഷണൽ പെടാത്തവര് ആരാന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി പൊണ്ണത്തടിയുള്ള കുട്ടികൾ. ഓപ്ഷൻ സി ആണ് അല്ലെ, പൊണ്ണത്തടിയുള്ള കുട്ടികളാണ്. ഓർത്ത് വെക്കുക, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, അതേപോലെ സ്ലോ ലേണേഴ്സ്, മന്ദപഠിതാക്കൾ, മാനസിക വിമന്തരായ കുട്ടികള്, മെന്റലി ചാലഞ്ച്ഡ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, എക്സെപ്ഷണല് വരുന്നത് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കട്ടോ. അടുത്തത് 4ാമത്തെ ചോദ്യം. നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിന് ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകതയെ വിളിക്കുന്നത് ഓപ്ഷൻ എ അനേമിസം, ഓപ്ഷൻ ബി സ്വയം കേന്ദ്രീകൃത മനോഭാവം, ഓപ്ഷൻ സി സെൻട്രേഷൻ, ഓപ്ഷൻ ഡി തിരിച്ച് ചിന്തിക്കുക. ആലോചിച്ച് ആൻസർ പറയട്ടോ. ഏതാണ് വരിക? നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഏതാണ് വരിക? ഓപ്ഷൻ സി സെൻട്രേഷൻ. ഓപ്ഷൻ സി സെൻട്രേഷൻ ആണ് വരിക അല്ലെ. അപ്പം പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. സെൻട്രേഷൻ ആണ് ഉത്തരം വരിക. അപ്പം എന്തായിരുന്നു അനിമിസം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് അനിമിസം? ജീവനുള്ള പാവയൊക്കെ ജീവനുള്ളതായി കണക്കാക്കുന്നതാണ് അല്ലെ. അതായത് ജീവനില്ലാത്ത വസ്തുക്കളിലും എന്ത് ചെയ്യാ, ജീവനുള്ളത് പോലെ എന്ത് ചെയ്യാ കാണിക്കല്ലേ. പാവക്കുട്ടിയെ എടുത്തിട്ട് ആ കുട്ടിയെ സാധാരണ നോർമലി ഒരു നമ്മുടെ ചെറിയ ബേബിയെ കൊണ്ട് എന്തൊക്കെയാണോ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുക അതൊക്കെ ചെയ്യാം. അതിനെ ഉറക്കുക, അതിനെ കുളിപ്പിക്കുക, അതിന് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള ജീവനുള്ള വസ്തുക്കളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളിൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അനിമിസം എന്ന് പറയാ അല്ലെ. ഓക്കെ, ആനിമിസം. ഇത് ഏത് സ്റ്റേജിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു? പിയാഷെയുടെ കോഗ്നിറ്റീവ് സ്റ്റേജിൽ ഏതിൽ വരുന്ന പ്രത്യേകതയായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ?
ഏതായിരുന്നു? പെട്ടെന്ന് പറയൂ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാ? എന്റോടാണോ ചോദ്യം? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പൊ ഓക്കെ, സെൻസറി മോട്ടോ സ്റ്റേജിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒബ്ജക്റ്റ് പെർമനന്റാ? ഒബ്ജക്റ്റ് പെർമനൻസ് ആണല്ലേ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. പിന്നെ സ്ഥലബോധം, കാരണബോധം, കാലബോധം, സമയത്തെ പറ്റി, രാത്രി പകലിനെ പറ്റി കുട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ വരും എന്നുള്ളൊരു കാരണം, എന്തെങ്കിലും ഒരു കാരണം കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കരഞ്ഞാൽ അമ്മ വരും എന്നറിയാം. അത് സ്ഥലബോധം, കാരണബോധം, അങ്ങനെയുള്ള കാര്യങ്ങള്. അതേപോലെ ഒബ്ജക്റ്റ് പെർമനൻസ് അറ്റ് ദ എൻഡ് ഓഫ്, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥൈര്യം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കുട്ടിയിൽ വളർന്നു വരുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അവിടെയാണ് എന്ത്? സ്വയം കേന്ദ്രീകൃത ചിന്തനം, സെൻട്രേഷൻ, അതേപോലെ തിരിച്ചു ചിന്തിക്കുവാനുള്ള കഴിവില്ലായ്മ, ഇറിവേഴ്സിബിലിറ്റി ഒക്കെ കുട്ടിക്ക് വരുന്നത്. ഇപ്പം സ്വയം കേന്ദ്രീകൃത മനോഭാവം എന്ന് പറഞ്ഞാല് കുട്ടി തന്റെ വീക്ഷണകോണിലൂടെയാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? നോക്കിക്കാണുന്നത്. അതായത് നിങ്ങൾ 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ, 5 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ, കുട്ടികൾ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഞാൻ വരുമ്പോ മിഠായി വാങ്ങിച്ചു കൊണ്ടുവരാം. അതായത് കുട്ടിക്ക് ഇപ്പൊ മിഠായി ആണ് ആവശ്യം. അപ്പൊ നമ്മളെയും കുട്ടി എന്ത് ചെയ്യണം? അതേപോലെ കൺസിഡർ ചെയ്യണം. അവർക്ക് എന്താണോ ആവശ്യം അവരുടെ ചിന്തകളിലൂടെ മാത്രമാണ് നമ്മളെയും കാണുന്നത്. അതിനാണ് നമ്മൾ സ്വയം കേന്ദ്രീകൃത ചിന്തനം എന്ന് പറയുന്നത്. ദെൻ അവർ ഓപ്ഷൻ സി, സെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുട്ടിക്ക് ഈ സമയം ഒറ്റ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം ഹൈറ്റ് ഉള്ളൊരു പാത്രവും തന്നു, അതേപോലെ പരന്നിട്ടുള്ള ഒരു പാത്രവും തന്നു. ഇതിൽ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് പോലും, അതായത് അവിടെ ക്വാണ്ടിറ്റി, ഷേപ്പ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ എന്തുണ്ട്? ഒരേ സമയം. ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം, ദെൻ ടു ദ ഷേപ്പ് ഓഫ് ദി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വെസൽസ്. ആ ഒരു പാത്രത്തിന്റെ ഷേപ്പ്, അതേപോലെ അതിലെടുത്ത ഐസ്ക്രീമിന്റെ ക്വാണ്ടിറ്റി, 2 കോൺസെപ്റ്റുകൾ പറയുമ്പം കുട്ടിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? രണ്ടും ഒരേ സമയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 2 പ്രോപ്പർട്ടീസും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതായത് ഷേപ്പിൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ശ്രദ്ധിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ എന്താ പറയാ? സെൻട്രേഷൻ എന്ന് പറയാ. ഒരു സമയം ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നതാണ് സെൻട്രേഷൻ ട്ടോ. പിന്നീട് അടുത്ത സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കുട്ടിക്ക് 2 മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഷേപ്പ് മാറിയാലും അളവിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ദെൻ വാട്ട് ഈസ് റിവേഴ്സിബിലിറ്റി? തിരിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. എന്താണ്? 3ഉം 4ഉം കൂട്ടി എക്കോ വരുന്നുണ്ടോ? അതെ. ഉണ്ടല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ.
കൂട്ടിയാൽ 7 അറിയുന്ന ഒരു കുട്ടിക്ക് 7 നിന്ന് 4 കുറച്ചാൽ 3 കിട്ടും എന്ന് തിരിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആ കുട്ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്, കുട്ടിക്ക് തിരിച്ചു ചിന്തിക്കുവാനുള്ള കഴിവില്ല. അപ്പം ഈ ഒരു പ്രീ എന്തിനുള്ള കഴിവില്ല, തിരിച്ചു ചിന്തിക്കുവാനുള്ള കഴിവില്ല. ഈ 3ാമത്തെ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആവുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ലാസ്റ്റ് സ്റ്റേജിലാണ് എന്തത്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആവുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തരം ചിന്തകളും കുട്ടിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പം പിയാഷെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്റ്റേജസും പഠിച്ചു വെക്കും. ഓരോ സ്റ്റേജിലും വരുന്ന സ്പെസിഫിക്കേഷൻസ്, പിന്നെ ആ സ്റ്റേജിൽ ഇല്ലാത്ത സ്പെസിഫിക്കേഷൻസ്, ഇല്ലാത്തതിനെ നമ്മൾ പരിമിതികൾ എന്ന പേരിൽ സൂചിപ്പിക്കാറുണ്ട് കേട്ടോ. ഇപ്പം സെൻട്രേഷൻ അല്ലെ തിരിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള സ്റ്റേജ് ഏതാണ്, 2ാമത്തെ സ്റ്റേജ് ആണ് കേട്ടോ. അവിടെ എന്തില്ല, തിരിച്ച് ചിന്തിക്കുവാനുള്ള കഴിവ് കുട്ടിക്ക് ഇല്ല എന്ന് നമുക്ക് പറയാം. അടുത്തത് 5ാമത്തെ ചോദ്യം. കാത്തറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾക്ക്, ഇൻഫൻസിന് കേട്ടോ, ഒരേ ഒരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതാണത്? ഓപ്ഷൻ എ ഭയം, ഫിയർ ആണ്. ഓപ്ഷൻ ബി ക്രോധം, ആങ്കർ. ഓപ്ഷൻ സി വെറുപ്പ്, ഡിസ്ഗസ്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡി വിക്ഷോഭം, എക്സൈറ്റ്മെന്റ്. ഓപ്ഷൻ ഡി വിക്ഷോഭം. വിക്ഷോഭം അല്ലെ? ഓപ്ഷൻ ഡി എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് കാത്തറിൻ ബ്രിഡ്ജസ് അല്ലെ. നമ്മൾ ബ്രിഡ്ജസ് ചാർട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അതില് ബ്രിഡ്ജസിന്റെ ഏരിയയിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. അതായത് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു വികാരം ഏതാണെന്നുള്ള ചോദ്യം എപ്പോഴും നമ്മളോട് ബ്രിഡ്ജസ് ചോദിക്കുമ്പോൾ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വിക്ഷോഭം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്തത് നല്ലൊരു ചോദ്യമാണ്, കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ചോദ്യമാണ്. ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ എന്താണ് ഇതിൽ ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ എ പഠനാനന്തരം, ഓപ്ഷൻ ബി അനുഭവാധിഷ്ഠിത പഠനം, ഓപ്ഷൻ സി നിരീക്ഷണ പഠനം, ഓപ്ഷൻ ഡി ആശയ പഠനം. ഓപ്ഷൻ ബി അനുഭവാധിഷ്ഠിത പഠനം. ഓപ്ഷൻ ബി അല്ലെ, അനുഭവാധിഷ്ഠിത പഠനമാണ് അല്ലെ. അതായത് ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാണോ നമ്മൾ കേൾക്കുന്നത് അത് നമുക്ക് മറന്നു പോവാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു. അപ്പം നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പകുതിയിലധികം നമ്മൾ മറന്നു പോകുന്നുണ്ട്. വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പം ഈ കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ, ഈ ഫീൽഡ് ട്രിപ്പൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അല്ലെ ക്ലാസ്സിൽ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എയ്ഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അത് വിഷ്വലൈസ് ചെയ്യുന്നതും കൂടെ ഉണ്ട്. അപ്പം ഈ കേൾക്കുന്ന രീതിയിൽ മാത്രമല്ല, കാണുമ്പം കേൾക്കുന്ന രീതിയേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നു. 3ാമത്തത് എന്താണ്, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നോ അത് നമ്മൾ എക്സ്പെരിമെന്റ് ആയാലും കാര്യങ്ങളും കുറച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചോദ്യം ഒന്ന് വിശകലനം ചെയ്തിട്ട് നോക്കാം. എക്സ്പീരിയൻഷ്യൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ലേണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനുഭവാധിഷ്ഠിത പഠനം എന്ന് പറയും. അത് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം മറ്റ് 2 പഠന രീതിയേക്കാൾ കുറച്ചും കൂടെ കുട്ടികളിൽ
പിന്നെ കണ്ടന്റ് എത്തുക എങ്ങനെയാണ്? അനുഭവാധിഷ്ഠിത പഠനത്തിലൂടെയാണ്. അടുത്തത് നിരീക്ഷണ അതിൽ വരൂല, ചെയ്ത് പഠിക്കുന്നൊക്കെ വരുമ്പോ നിരീക്ഷണ പഠനം ചെയ്ത് പഠിക്കുന്നതല്ല, നമ്മൾ കണ്ടു പഠിക്കുന്നതാണ്. നമ്മൾ ഏതൊരു കാര്യവും നിരീക്ഷിച്ച് പഠിക്കുന്നതിനാണ്. ഇപ്പൊ നമ്മള് ലോഹങ്ങള് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പൊ അത് ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പറയാണെന്ത്, ലോഹങ്ങള് ഹൈഡ്രജനുമായിട്ട് ലോഹങ്ങള് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്നൊരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞു പോയ കുട്ടികൾക്കൊക്കെ എന്താണ്, അങ്ങനെ കുട്ടികൾ കേട്ടുവിടും. പക്ഷെ അത് ഒരു ലാബിൽ ചെന്ന് അധ്യാപകൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടെ എന്ത് ചെയ്യും? ആ കേട്ടു പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഏതിൽ സാധിക്കും? ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം കുട്ടികൾക്ക് മനസ്സിലാവും. അങ്ങനെയാണത്. നിരീക്ഷണ പഠനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം നമ്മൾ കുട്ടികൾ അനുകരിച്ച് പഠിക്കുന്നതിനെയാണ് നിരീക്ഷണ പഠനം എന്ന് പറയുന്നത്. നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠനം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്ത് പഠിക്കുന്നില്ല, നമ്മൾ അതിൽ ഇൻവോൾവ്ഡ് ആവുന്നില്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേഷനിലൂടെ നടക്കുന്ന പഠനമാണ് എന്ത്? നിരീക്ഷണ പഠനം. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ പുരോഗമനോത്മകമായ അല്ലെങ്കിൽ പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിന്റെ മാർഗമായി കണക്കാക്കാത്തത് ഏതാണ്? ഓപ്ഷൻ എ പ്രശ്നപരിഹാരം, ഓപ്ഷൻ ബി നിരൂപണപരമായ ചിന്ത, ഓപ്ഷൻ സി സംഘപ്രയത്നം, ഓപ്ഷൻ ഡി ഉരുവിട്ട് പഠനം, റിസൈറ്റ് ആൻഡ് ലേൺ. ഉരുവിട്ട് പഠനം, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണല്ലേ, ഉരുവിട്ട് പഠനമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട്. നമ്മൾ ഇപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ എന്താണ്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ എന്തിനും സ്കോപ്പ് ഇല്ല, റോട്ട് ലേണിങ്ങിന് അല്ലെങ്കിൽ ഉരുവിട്ടുള്ള പഠനത്തിന് എന്തില്ല, സ്കോപ്പ് ഇല്ല അല്ലെ. എല്ലാം എന്താണ്, കുട്ടികൾ സ്വയം കണ്ടെത്തുക, അതിന് ഒരു ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്ലാസ് റൂമിൽ നടക്കുന്നത് അല്ലെ. അപ്പം പ്രോബ്ലം സോൾവിങ്, നിരൂപണപരമായ ചിന്ത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ സംഘപ്രയത്നം, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പുരോഗമനോത്മകമായ വിദ്യാഭ്യാസം. നമ്മുടെ റീസെന്റ് ആയിട്ട് കേട്ടിട്ട് സർവീസിലുള്ളവർക്ക് ഒരു എക്സാം നടത്തിയിരുന്നു മെനിഞ്ഞാന്നല്ലേ. അപ്പം അതില് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമല്ലാത്തത് ഭാഗം ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് പുരോഗമനോത്മകമായ വിദ്യാഭ്യാസത്തിൽ വരിക, എന്തൊക്കെയാണ് വരിക? അതായത് ബൈഹാർട്ട് പഠിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തത്, ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ വികാസം പ്രവചനീയമാണ്, ഓപ്ഷൻ ബി വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഓപ്ഷൻ ഡി വികാസം ഗതിനിയമം പാലിക്കുന്നു, ഓപ്ഷൻ ഡി വികാസം അനിശ്ചിതമാണ്. ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് അല്ലെ, പരസ്പരം വികാസം എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യം, മാനസികാരോഗ്യം ശാരീരികാരോഗ്യം. അതായത് നമ്മൾ ഇമോഷണലി നോട്ട് വെൽ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടയർഡായി പോകുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഫിസിക്കലി വെൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടയർഡായി പോകുന്നുണ്ട്. അപ്പം എല്ലാ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
അടുത്തത് 9ാമത്തെ ചോദ്യം. ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെ കുറിച്ച് ആഴത്തിലുള്ള പഠനം. ഇവിടെ നമുക്ക് ഒരുപാട് ആഴത്തിലുള്ള പഠനം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതു രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകരമാകുന്നത്? പരീക്ഷണ രീതി, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണ രീതി? കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി ആണ് അല്ലെ? ഓപ്ഷൻ സി കേസ് സ്റ്റഡി ആണ്. ഓക്കെ, കേസ് സ്റ്റഡിക്ക് നമ്മൾ വേറൊരു പേരും കൂടെ പഠിച്ചായിരുന്നല്ലോ. ക്ലിനിക്കൽ മെത്തേഡ്. ഒരു ക്ലിനിക്കൽ മെത്തേഡ് ആണ്. എനി അതർ നെയിംസ്? വളരെ ആഴത്തിലുള്ള പഠനം നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു പേരില് ഇതിനെ വിളിച്ചായിരുന്നു. യെസ്, സോഷ്യൽ മൈക്രോസ്കോപ്പ് അല്ലെ? കേസ് സ്റ്റഡി ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യൽ മൈക്രോസ്കോപ്പ്. അതായത് ഒരു കുട്ടിയെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, A to Z കാര്യങ്ങൾ ടീച്ചർ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പം അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നതും ഏതാണ്? കേസ് സ്റ്റഡിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തത് 10ാമത്തെ ചോദ്യം. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണം? ഓപ്ഷൻ എ അവന്റെ പഠനാന്തരീക്ഷം, ഓപ്ഷൻ ബി അവന്റെ പഠന വേഗം, ഓപ്ഷൻ സി അവന്റെ പഠന ശൈലി, ഓപ്ഷൻ ഡി പഠനത്തിനുള്ള അവന്റെ പരിപക്വത. പരിപക്വനം. എന്താണ്? ഓപ്ഷൻ ബി അവന്റെ പഠന വേഗം. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇനി അതർ? പഠനത്തിലെ പരിപക്വനം പറഞ്ഞു, പഠന വേഗം പറഞ്ഞു, പഠന ശൈലി പറഞ്ഞു, പഠനത്തിലുള്ള അവന്റെ മെച്ചുറേഷൻ അല്ലേ? അതായത് നമ്മൾ ഓരോ സ്റ്റേജിലും കുട്ടി എത്തേണ്ട ഒരു ലെവൽ ഉണ്ട് അല്ലെ? ഒരു 3 വയസ്സുള്ള കുട്ടിയെ നമ്മൾ എഴുതിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. കാരണം കുട്ടിയിൽ എന്തില്ല, ആ ഒരു സ്ഥൂലപേശി ചലനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് കുട്ടിയിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം പഠനത്തിനുള്ള അവന്റെ പരിപക്വനമാണ് ടു ആൻസർ. പഠന വേഗം എന്ന് പറയുന്നത് അത് 5 വയസ്സുള്ള ഒരു കുട്ടിയിലും എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് ആയിരിക്കും. 5 വയസ്സുള്ള ഒരു കുട്ടി ശരിക്കും അവന് എഴുതാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ആ സമയത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതും, ചില കുട്ടികൾ സ്ലോ ആയിട്ട് എഴുതും. അപ്പം അതവരുടെ കോഗ്നേറ്റീവ് സ്കില്ല് റിലേറ്റഡ് ആണ്. പക്ഷെ ഒരു 3 വയസ്സുള്ള ഏത് കുട്ടിയെടുത്ത്, അത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയും വീക്ക് ആയിട്ടുള്ള കുട്ടിയെ എടുത്തു കഴിഞ്ഞാലും രണ്ടുപേർക്കും എന്തില്ല, എഴുതാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ആയിട്ടില്ല. നമ്മൾ നിർബന്ധിച്ചിട്ട് എഴുതിക്കാനോ ആ കുട്ടിയെ പഠിപ്പിക്കാനോ പാടില്ല. അപ്പം ആ സമയം എന്താണ്, അവരുടെ ആ ഒരു പ്ലേ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് അതിനായിട്ട് തന്നെ വിടുക. ഒരു പെന്ന് പിടിച്ചിട്ട് എഴുതി അല്ലെങ്കിൽ ഒരു പെൻസിൽ പിടിച്ചിട്ട് നിർബന്ധിച്ച് പഠിപ്പിക്കാനോ എഴുതിപ്പിക്കാനോ ഉള്ള ഒരു സമയമല്ല. അപ്പം അതിൽ അവർ മെച്ചുവേർഡ് ആയിട്ടുള്ള 5 വയസ്സാവുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർ എഴുതാനൊക്കെ ജസ്റ്റ് തുടങ്ങുന്നത്. ആ സമയത്തും നമ്മൾ എഴുതാത്തതിന്റെ പേരിലോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ദെൻ മെച്ചുറേഷൻ ആണ് കേട്ടോ, പഠനത്തിൽ അവന്റെ പരിപക്വനമാണ്.
അടുത്തത് 11ാമത്തെ ചോദ്യം. IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്ത പ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത് ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി ആത്മാഭിമാന ആവശ്യങ്ങൾ, ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം. സിമ്പിൾ ആണ്. ആത്മാഭിമാന ആവശ്യങ്ങൾ. ഓപ്ഷൻ സി ആണ് അല്ലെ, ആത്മാഭിമാന ആവശ്യങ്ങൾ അല്ലെ. അബ്രഹാം മാസ്ലോ ഏത് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു? ആവശ്യങ്ങളുടെ ശ്രേണി. ആവശ്യങ്ങളുടെ ശ്രേണിയിലെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഹൈറാർക്കി ഓഫ് നീഡ്സ് പ്രപ്പോസ് ചെയ്ത ആളാണ്. ഏറ്റവും താഴെ വരുന്ന ആവശ്യം ഏതായിരുന്നു? ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് അല്ലെ. പിന്നെ ഏതായിരുന്നു? സുരക്ഷിത ആവശ്യങ്ങൾ. സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം ഏതായിരുന്നു? മിസ് കേൾക്കണില്ലല്ലോ. കേൾക്കുന്നില്ല. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. നേരത്തെ കട്ടായിരുന്നു. ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞു, പിന്നെ സേഫ്റ്റി നീഡ്സ് പറഞ്ഞു, പിന്നെ മൂന്നാമത്തതായിട്ട് വരുന്ന ആവശ്യം ഏതായിരുന്നു? ആത്മാഭിമാനാശം. അല്ല, സ്നേഹം. സ്നേഹം, പരിഗണന എന്ന് പറയുന്നത് അല്ലെ. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് വരുന്നുണ്ട്. പിന്നെ ആത്മാഭിമാന ആവശ്യങ്ങൾ. ആത്മാഭിമാന ആവശ്യങ്ങൾ. ദെൻ ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മ സാക്ഷാത്കാരമാണ് അല്ലേ. ഓക്കെ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതായത് നമുക്ക് എന്ത് നേടിക്കഴിഞ്ഞാലും നമ്മൾ എന്താണ് ഒരടുത്ത തലത്തിലേക്ക് ചിന്തിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ട് കിട്ടലാണ് നമ്മുടെ ഫൈനൽ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേട്ടിട്ട് ലഭിക്കുക എന്നതാണ്. അപ്പൊ കേട്ടിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയായി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നില്ല. അതായത് നമ്മൾ കേട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആവശ്യം വീണ്ടും വന്നു. എന്താണ്? നമുക്ക് ഒരു സർക്കാർ സ്കൂളില് അധ്യാപികയായിട്ട് അല്ലെങ്കിൽ അധ്യാപകനായിട്ട് ജോലിക്ക് കയറണം. ആവശ്യങ്ങൾ പിന്നെയും വന്നു. അപ്പൊ നമ്മൾ കയറിക്കഴിഞ്ഞാലോ, നമ്മളിപ്പോ UP സ്കൂളാണ് കയറിയെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ? എപ്പോഴാണ് പ്രൊമോഷൻ കിട്ടുക? പിന്നെ നമ്മൾ അടുത്ത ആവശ്യം അതായി. ഇനി നമുക്ക് UP സ്കൂളിൽ കിട്ടിയാലോ, ഒരു കേട്ടിട്ട് കാറ്റഗറി 3 ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ വിചാരിക്കും എനിക്കൊരു ഹൈസ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ നമ്മുടെ ആവശ്യം ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ പുറകെ 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 നമ്മൾ എന്ത് ചെയ്യും? ഈ ആവശ്യങ്ങൾ നമ്മൾ പിടികൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഒരു സേഫ് സോണിൽ ഇപ്പം ഒരാള് UP സ്കൂൾ ടീച്ചർ ആവുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിയെന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആവശ്യങ്ങള് വരുന്നുണ്ട്, ആഗ്രഹങ്ങള് വരുന്നുണ്ട്. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചൊരു സ്ഥലത്തെത്തുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു സെൽഫായിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ടോപ്പ് സ്റ്റേജ് ആണ്. അത്ര പെട്ടെന്നൊന്നും ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എഴുതുക അല്ലെങ്കിൽ കണ്ടെത്തുക. അപ്പം
ശരിയായത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക. രണ്ടാമത്തത് മാർഗദർശനവും ഉപബോധവും നൽകുക. പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. 3, കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക. 4, വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാവും ഇതിൽ ഏതൊക്കെയാണ് പെട്ടത് ഏതൊക്കെയാണ് പെടാത്തത് എന്നുള്ളത്. ഏതൊക്കെയായിരിക്കും വരിക? ഒന്നാമത്തെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമോ? 1ഉം 3ഉം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും അല്ലെ. നിരന്തരമായിട്ട് നമ്മള് വിലയിരുത്തുന്നത് കൊണ്ട് നമുക്ക് കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മാർഗദർശനവും ഉപബോധവും നൽകുക എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഭാഗമാണോ? അല്ല. അല്ല അല്ലേ. പിന്നെ കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക. ശരിയാണല്ലേ. വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക നമ്മൾ ഇതിന്റെ പാർട്ടാണോ? നമ്മുടെ വിലയിരുത്തലിന്റെ പാർട്ടാണോ? അല്ല 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 അല്ല. അപ്പം നമ്മുടെ ഉത്തരം 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പം നമ്മള് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ വിലയിരുത്തലും അതേപോലെ ആ ഒരു ഭാഗത്ത് നമ്മൾ 3 തരത്തിലുള്ള അസസ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയായിരുന്നു? നമ്മൾ പലരും നമ്മളോട് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു 3 അസസ്മെന്റിന്റെ കാര്യം പറയൂ ക്ലാസ്സിൽ എന്നുള്ളത്. അവിടെ നമുക്ക് ഇപ്പൊ ഒന്ന് പറയാം. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഉണ്ട്, ഓഫ് ലേണിംഗ് ഉണ്ട്, ആസ് ലേണിംഗ് ഉണ്ട്. എന്താണ് ഫോർ ലേണിംഗ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠനത്തിനായുള്ള വിലയിരുത്തൽ. അതിൽ ഏത് മോഡ് ഓഫ് വിലയിരുത്തലാണ് നടക്കുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അല്ലെ. ഡ്യൂറിങ് ദ ക്ലാസ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്? വിലയിരുത്തൽ നടത്തുന്നത് അല്ലെ. ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കൊണ്ടേയിരിക്കുമ്പോൾ ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക. അങ്ങനെ ഡ്യൂറിങ് ദ ക്ലാസ് റൂമില് ടീച്ചർ നടത്തുന്ന അസസ്മെന്റ് ആണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് അല്ലെ. എന്തായിരുന്നു ഓഫ് ലേണിംഗ്? നിശ്ചിത ഇടവേളയില് നടത്തുന്നു. ഒരു യൂണിറ്റ് കഴിഞ്ഞ്. അതെ, ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നടത്തുന്നത് അല്ലെ. ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട്, അതായത് ഒരു നിശ്ചിത ഭാഗം പഠിപ്പിച്ചതിന് ശേഷം അതിൽ എത്രത്തോളം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന എന്താണ് അസസ്മെന്റ് ആണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ അസസ്മെന്റ് ഓഫ് ലേണിംഗിന്? എക്സാം, ടെസ്റ്റ് പേപ്പർ, നമ്മുടെ നോർമൽ സ്കൂളുകളിൽ നടക്കുന്ന മിഡ് ടേം എക്സാം, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ആൻഡ് ഇയർ എൻഡ് എക്സാം ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? അസസ്മെന്റ് ഓഫ് ലേണിംഗിന് എക്സാമ്പിൾ ആണ് അല്ലെ. ദെൻ വാട്ട് ഈസ് അസസ്മെന്റ് ആസ് ലേണിംഗ്? കുട്ടി സ്വയം വിലയിരുത്തുക. കുട്ടി സ്വയം വിലയിരുത്തുക അല്ലെ. ഞാൻ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു, ഇനി എന്റെ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിൽ കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ അതെന്താണ്? അസസ്മെന്റ് ആസ് ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? ഏത് ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ പശ്ചാത്ഗമനം, ഓപ്ഷൻ ബി ഉദാത്തീകരണം, ഓപ്ഷൻ സി ദമനം, ഓപ്ഷൻ ഡി നിഷേധം.
ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഉദാത്തീകരണമാണോ? ഇനി അതർ ഓപ്ഷൻ ആൻസർ? എ ഡി. പദഗമനം. ഗമനാണോ? 4 ആൻസറും വന്നിട്ട് അല്ല 3 ആൻസറും വന്നിട്ടുണ്ട്. എന്തായാലും നിഷേധമല്ല അല്ലെ? പശ്ചാത്ഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പശ്ചാത്തപിക്കുക എപ്പോഴാണ്? റിഗ്രറ്റ് ചെയ്യപ്പാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്തു പോയ കാര്യത്തിൽ നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മള് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതോ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഒരു പ്രീവിയസ് ആയിട്ട് നടന്ന കാര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റിഗ്രറ്റ് വരുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു എക്സാം നടന്നു, അതിൽ നമുക്ക് പഠിക്കാൻ നമ്മൾ അത്രത്തോളം പ്രിപ്പയർ ചെയ്തില്ല, പക്ഷെ എക്സാം എളുപ്പമാകുമ്പോ നമുക്കൊരു റിഗ്രറ്റ് ആണല്ലേ, പഠിച്ചിരുന്നെങ്കിൽ. അതായത് പ്രീവിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ് റെഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ്, പ്രീവിയസ് കാലത്തിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ് എന്ത്? പശ്ചാത്ഗമനം അല്ലെങ്കിൽ റെഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത്? നമ്മള് ചെറിയ മക്കള് ഉള്ള വീട്ടില് 2 മക്കളുണ്ടെങ്കിൽ അതിൽ ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ ചെറിയ കുട്ടി കരയുമ്പോൾ അതേപോലെ എന്ത് ചെയ്യും? ആ ഒരു മുതിർന്ന കുട്ടിയും കരയും. എന്തിനാണ് കരയുന്നത്? അതായത് മുന്നേ ചെറുതായിരിക്കുമ്പോൾ കരഞ്ഞാല് എല്ലാവരിൽ നിന്നും അറ്റൻഷൻ കിട്ടുമായിരുന്നു. അപ്പം വലുതാവുമ്പം ആ അറ്റൻഷന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ കുട്ടി കരയുന്നത് എന്താണ്? ചെറുപ്പത്തിൽ കരഞ്ഞാൽ എങ്ങനെയൊക്കെ പരിഗണന ലഭിച്ചിട്ടുണ്ടോ ആ പരിഗണനയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടി കരയുന്നത്. പ്രീവിയസ് ആ ഒരു അവർക്ക് ഫേവർ ആയിട്ട് കിട്ടുന്ന ആ ഒരു സമയത്തേക്ക് അവർ തിരിച്ചു പോകുന്ന ഒരു സമയം, അതാണ് റെഗ്രഷൻ എന്ന് പറയുന്നത്. കരഞ്ഞാൽ എന്തായാലും അവർക്കറിയാം പരിഗണന കിട്ടുമെന്ന് അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യും? കൊച്ചു കുട്ടിയെ പോലെ വലിയ കുട്ടിയും എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും. ഇതിനെയാണ് റെഗ്രഷൻ എന്ന് പറയുന്നത്. ദെൻ സബ്ലിമേഷൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ? മാനസിക സംഘർഷം ഒഴിവാക്കാൻ സമൂഹത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യം. മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നല്ലൊരു കാര്യത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്? മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നല്ല രീതിയിലേക്ക് മാറ്റുന്നതാണ് എന്ത്? പട്ടാളത്തിലേക്ക് എടുക്കുക. അപ്പൊ അവിടെ നമ്മുടെ ദേഷ്യവും കോപമൊന്നും എന്തില്ല, പറ്റൂല അല്ലെ? ഇനി സബ്ലിമേഷൻ ഇനി ഉദാഹരണം പറയാൻ പറ്റുമോ? കുഞ്ഞില്ലാത്ത അമ്മമാരെ കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. കുട്ടികളില്ലാത്ത പാരന്റ്സ് എന്ത് ചെയ്യാണ്? കുട്ടികളെ ദത്തെടുക്കുന്നത് അല്ലെ? ഇപ്പൊ നമ്മളോട് അത് എന്തിനാണ്? സബ്ലിമേഷൻ ഒരു ഉദാഹരണമാണ്. ഇതേപോലെ നമ്മളോട് മുന്നേ ഒരു എക്സാമിന് ചോദിച്ചതായിരുന്നു. ക്ലാസ്സില് ചുവരിൽ എന്ത് ചെയ്യുന്നു? കുട്ടികളെ വരച്ചിരുന്നു. പല കാര്യങ്ങളും ചുവരിൽ വരച്ചിരുന്നു. ആ വരച്ചിട്ട കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അധ്യാപകൻ ചുവരിൽ പെയിന്റ് അടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രത്തിന് ഉദാഹരണമാണ്? എന്താണ്? സബ്ലിമേഷൻ. സബ്ലിമേഷൻ ആണല്ലേ? അപ്പം ചുവരിൽ വരഞ്ഞിടുക എന്ന് പറയുന്നത് ഒരു ഫേവർ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ? അപ്പം ആ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യത്തെ കുട്ടികളെ കൊണ്ട് തന്നെ പെയിന്റ് അടിപ്പിക്കുമ്പം അവർക്ക് അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കുകയും പിന്നീട് അവർ അത് ചെയ്യാതിരിക്കുകയും ചെയ്യും. അവരുടെ ഒരു തെറ്റായ കാര്യത്തെ പോസിറ്റീവായ രീതിയിൽ എന്താണ് ടീച്ചർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് റെപ്രഷൻ? ദമനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദമനം? അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നതല്ലേ? അതെ, നമ്മുടെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് ദമനം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. ദെൻ നിഷേധം, ഡെനിയൽ. എന്താണ് നിഷേധം, ഡെനിയൽ എന്ന് പറഞ്ഞാല്?
നമ്മൾ നിഷേധിക്കലാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിഷേധപൂർവം ചെയ്യുന്നതിനാണ് നമ്മൾ ഡെനിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 14-ാമത്തെ ചോദ്യം. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. ഈ ഫോമൽ ഇവാലുവേഷൻ ഇപ്പൊ ഏത് എക്സാമിലാ വരുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തലല്ലേ? അസസ്മെന്റ് അല്ല, ഫോമൽ വരുമ്പം അത് ഓഫ് ലേണിംഗിലാണ് വരിക. നമ്മള് അതെ, പഠനത്തിനായുള്ള വിലയിരുത്തൽ എല്ലാതരം വിലയിരുത്തലും വരും. ഡ്യൂറിങ് ദ ക്ലാസ് നടക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഇതിൽ വരും. പഠനത്തിനായുള്ള വിലയിരുത്തലിൽ വരും കേട്ടോ. ഫോമൽ ആയിട്ടുള്ള എക്സാംസ്, ഇവാലുവേഷൻസും കാര്യങ്ങളൊക്കെ വരിക പഠനത്തെ വിലയിരുത്തലാണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗിലാണ്. അടുത്തത് 14-ാമത്തെ ചോദ്യം. ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്നത് യുക്തിചിന്ത, പ്രശ്നപരിഹാരം, അന്വേഷണം, സർഗപരത. ഏതാണ് വരിക? ഓപ്ഷൻ എ. യുക്തിചിന്ത. യുക്തിചിന്ത. ഓപ്ഷൻ ബി. പ്രശ്നപരിഹാരമാണോ? അവിടെ എന്തെങ്കിലും പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഓപ്ഷൻ സിയും ഡിയും നമുക്ക് തീർത്ത് ഒഴിവാക്കാം, അവിടെ നടക്കുന്നേയില്ല അല്ലെ. റീസണിങ് ആണ്, കുട്ടി ചിന്തിക്കുകയാണ്. എന്താണ് ഒരു ശിക്ഷ എന്ന് പറയുന്നത്? ഈ ഒരു കാറ്റഗറിയിൽ ഗൃഹപാഠം ചെയ്യാത്തതിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആണ് എന്നുള്ള കാര്യത്തിലേക്ക് കുട്ടി എത്തിച്ചേരുന്നതാണ് എന്ത്? റീസണിങ് ആണ് കേട്ടോ. അതായത് കുട്ടി എന്താണ്, ജനറലൈസ് ചെയ്യാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടി കാണുന്നു, പിന്നീട് ആ കുട്ടി എന്ത് ചെയ്യാണ്? ജനറലൈസേഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. റീസണിങ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത് 16-ാമത്തെ ചോദ്യം. ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തെരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ലിംഗ നിഷ്പക്ഷത, ലിംഗ സമത്വം, ലിംഗ പക്ഷാപാതം, ലിംഗ വ്യക്തിത്വം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് അല്ലെ, ലിംഗപക്ഷാപാതം, ജെൻഡർ ബയാസ് ആണ് അല്ലെ. അതായത് പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുന്ന ആ ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് 16-ാമത്തെ ചോദ്യം. ചാക്രിക പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത് ആരാണ്? പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി ആൻഡ് ലാസ്റ്റ് കോക്ലർ. ബ്രൂണർ. സ്പൈറൽ അപ്രോച്ച് ബ്രൂണർ ആണ് അല്ലെ. അപ്പോ വൈഗോട്സ്കിയുടെ കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? സെറ്റ് പി ഡി ആരേതാണ്? വൈഗോട്സ്കിയുടേതാണ് അല്ലെ. ഓക്കെ, ദെൻ സഹവർത്തിത പഠനം. സഹവർത്തിത പഠനം. ഓക്കെ, എന്താണ്? ദെൻ ബ്രൂണറുടെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. വൈഗോട്സ്കിയുടെ സ്കാഫോൾഡിംഗ് ഉണ്ട്, ZPD ഉണ്ട്, ഫോർ നോളജ് ബിൽ അതേഴ്സ് ഉണ്ട്, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം. ഓക്കെ, വൈഗോട്സ്കിയുടെ ഇത്രയും കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. വെരി ഗുഡ്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം ആൻഡ് സഹകരണാത്മക പഠനം, റെസിപ്രോക്കൽ ടീച്ചിങ്, വായനാശീലം കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഗോട്സ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് റെസിപ്രോക്കൽ ടീച്ചിങ്.
ആൻഡ് സ്കഫോൾഡിങ്. ഓക്കെ, ശരിയാണ്. ദെൻ ബ്രൂണർ, കണ്ടെത്തൽ പഠനം, സ്പൈറൽ അപ്രോച്ച്, ഇതൊക്കെ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ആരാണ് കൊഹ്ലർ? ഇൻസൈറ്റ് ഓഫ് ലേണിംഗ്. ഗസ്റ്റാൾട്ടിസ്റ്റ് സൈക്കോളജിസ്റ്റ്. ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. ഇൻസൈറ്റ് എന്ന് പറയുന്നത് പഠനത്തില് ഉൾക്കാഴ്ച പഠനം എന്നുള്ള ഒരു തീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊഹ്ലർ ആണ് അല്ലെ. അടുത്തത് 17ാമത്തെ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരോ? 14 ഏതാണ്? യുക്തിചിന്ത, പ്രശ്ന പരിഹരണ, അന്വേഷണം, ഗൃഹപാഠം ചെയ്യുന്നതിന് ടീച്ചർ ഒരു കുട്ടിയെ ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. അതായത് 1-2 കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം ഹസീൻ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. പിന്നെ എല്ലാ ടീച്ചർമാർ 1-2 എക്സാമ്പിൾ കുട്ടി കാണുകയാണ്. അതിനുശേഷം കുട്ടി തന്നെ എന്ത് ചെയ്യാണ്? ജനറലൈസ് ചെയ്യാണ്. എന്താണ്? എല്ലാ ടീച്ചർമാരും ഇങ്ങനെ എന്ത് ചെയ്യാണ്? കുട്ടികളെ തല്ലുന്നത് അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതാണ് ടീച്ചേഴ്സ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് കുട്ടിയെ എത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, നമ്മൾ ആഗമന ചിന്ത എന്ന് പറയും. ഇൻഡക്റ്റീവ് തിങ്കിങ്, അതെന്താണ്? റീസണിങ്ങിൽ വരുന്നതാണ് ഈ ആഗമന നിഗമന ചിന്തയൊക്കെ. റീസണിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു തരത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് കേട്ടോ. അത് ഇതിലില്ലല്ലോ, ആഗമന ചിന്ത നിഗമന ചിന്തയെന്ന്. റീസണിങ്ങിൽ വരുന്നതാണ് ആഗമന ചിന്ത. ഓക്കെ, അതാ ക്ലിയർ ആവാ. അപ്പൊ നമുക്ക് എന്താണ്, ഓപ്ഷനിൽ ഏതാണോ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ആൻസർ ആയിട്ട് തോന്നുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്യാം. ആഗമന ചിന്ത വേണോ നിഗമന ചിന്ത വേണോ എന്നില്ല, അത് പ്രോപ്പർ ആൻസർ ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റീസണിങ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റീസണിങ് ഡബിൾ ചെയ്യാം കേട്ടോ. രണ്ടും കൂടെ ഉൾപ്പെട്ടതല്ലേ? ചിന്തയും നിഗമന ചിന്തയും ഉൾപ്പെടുന്നല്ലേ റീസണിങ്? അതെ. അടുത്തത് 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകമേത്? ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ബി, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക. ഓപ്ഷൻ സി, ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക. ഓപ്ഷൻ ഡി, ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് അല്ലെ. ടീച്ചർ ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരുന്നാൽ എന്ത് സംഭവിക്കാം? അവിടെ വിജയത്തെ തടസ്സപ്പെടുത്താം. ഓക്കെ, അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. സമീപസ്ഥ വികാസ മണ്ഡലം ഓർ ZPD എന്ന ആശയം രൂപപ്പെടുത്തിയത് ആര്? വൈഗോട്സ്കി ആണ് അല്ലെ. ഓക്കെ, വൈഗോട്സ്കി ആണ്, കറക്റ്റ് ആണ്. അടുത്തത് ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. RCI ആക്ട്, RPW ആക്ട്, RTE ആക്ട് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഡി, PWD ആക്ട്. ഓപ്ഷൻ ഡി. നിങ്ങള് ഇത് ഭിന്നശേഷിക്കാരെന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യല്ല, PW ആക്ടിലേക്ക് പോവല്ല. കാരണം PWD ആക്ട് വന്ന വർഷം ഏതാണ്? RCI ആക്ട് 95. 1995 മാത്രമേ മക്കളെ PWD ആക്ടേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 1992. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? കണ്ണും പൂട്ടി ആരെ കട്ട് ചെയ്തോളണം? PWD ആക്ട് കട്ട് ചെയ്തോളണം.
RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നത്? ഒന്നും അറിയില്ലെങ്കിൽ 2009 നിലവിൽ വന്ന് 2010 സോറി 2009 നിയമം പാസ്സാക്കുന്നു, 2010 നിലവിൽ വരുന്ന ഇതാണ് RTE ആക്ട്. അഗെയിൻ നമുക്ക് കട്ടാക്കാം. PWD ആക്ട് വന്നാലല്ലേ നമുക്ക് അതിനെ റിവൈസ് ചെയ്യാൻ പറ്റൂ, RPWD ആക്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പം അതും കട്ട് ചെയ്യാം. നമ്മുടെ ആൻസർ ഏതാണ്? RCI ആക്ട് ആണ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. റീഹാബിലിറ്റേഷൻ തന്നെ അതിലുണ്ട്, പുനരധിവാസം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചാടിക്കേറി എഴുതരുത്. എപ്പോഴും എല്ലാവരും എന്താണ് ഈ PWD ആക്ടിലേക്ക് പോവാനുള്ള സാധ്യത എപ്പോഴും അതൊരു നോർമൽ ടെൻഡൻസിയാണ്. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക, ഒന്ന് ഓപ്ഷൻ നോക്കുക. ഒറ്റ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. 1995 PWD ആക്ട് വന്നത് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. ഈ ആൻസർ നിങ്ങൾക്ക് പുഷ്പം പോലെ എന്ത് ചെയ്യും? ഈ മാർക്ക് കിട്ടും. കാരണം RPWD ആക്ടും എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. RTEയും കട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി രാത്രിയത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അനുയോജ്യമായ കാര്യം തന്നെ ആയിരിക്കും 4, പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നത് ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. കുട്ടിയെ താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു. കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് കേട്ടോ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓപ്ഷൻ സി, കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. ഓപ്ഷൻ ഡി, കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നും. ഓപ്ഷൻ സി, കുട്ടിയുടെ Option C. ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. ഓപ്ഷൻ ബി ആണ് അല്ലെ, കുട്ടികളുടെ വിജയങ്ങൾക്ക് ധനപരമായ. ഓപ്ഷൻ സി അല്ലേ മിസ്സേ? ഇതിലും എല്ലാം എന്താണ് കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞ എന്താണ്? ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം കുട്ടി താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു, അത് അത്രത്തോളം നമ്മളെ ബാധിക്കില്ല അല്ലെ. വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല, അതും നമ്മൾ നൽകേണ്ടതാണ് അല്ലെ. ഓക്കെ, അടുത്ത് നോക്കാം. കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് അല്ലെ, ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല, അതവിടെ വെക്കുക. കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിപ്പ് തോന്നും. ഇതെല്ലാം എന്താണ് ഓക്കെയാണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകാത്തതാണ് അല്ലെ. കറക്റ്റ് ആണ്, ഓപ്ഷൻ സി ആണല്ലേ. ഓക്കെ, അപ്പൊ ബാക്കി ഉള്ള ചോദ്യങ്ങൾ നമുക്ക് രാത്രി ഒരു സെക്ഷനും കൂടെ ഉണ്ട് അല്ലേ, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരിക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. EVS PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഓക്കെ, നമ്മൾ ഷമീം സാറിനോട് റെക്കോർഡ് ബാച്ചിലുള്ള ആളായിരുന്നോ? ഇതിലിട്ടില്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞിരുന്നു മിസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോളാം കേട്ടോ. ശരി, താങ്ക് യു.